മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. അങ്കമാലി നഗരമധ്യത്തിലെ കല്ലൂക്കാരൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ പ്രാഥമിക കൃത്യങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിലാണ്. 25ഓളം കടകൾ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു പൊതു ശൗചാലയം പോലുമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. വ്യാപാര സമുച്ചയങ്ങളിൽ പൊതു ശൗചാലയം നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്കമാലി നഗരമധ്യത്തിൽ ദേശീയപാതയോരത്ത് KSRTC സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കല്ലൂക്കാരൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൊതു ശൗചാലയമേയില്ല. 25ഓളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. ഇവയിലെല്ലാമായി 30-ലേറെ വനിതകളും പണിയെടുക്കുന്നു. എന്നാൽ കോമൺ ബാത്റൂം ഇല്ലാത്തതിനാൽ വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് വനിതാ ജീവനക്കാർ പറയുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഒന്നുമില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഈ കോംപ്ലക്സുകളിൽ ഒരുപാട് എന്നെമാര് തന്നെ ഒരു 10-15ഓളം ലേഡീസ് ഉണ്ട്. അവർക്ക് ആർക്കും ബാത്റൂമിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിലോ ഒന്നും ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ല. ഞങ്ങൾ പോണത് തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ് പോണത്. അവിടെ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് പോണത്. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണ് പോകണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് അവിടെ ഒരുപാട് പല രീതിയിലുള്ള ആൾക്കാരാണ്. അന്യസംസ്ഥാനക്കാരുണ്ട്, മലയാളീസ് ഉണ്ട്. ഇവരുടെയൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ പോയി വന്നതാണ്. ഞങ്ങൾക്ക് വലിയൊരു എന്താ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കോംപ്ലക്സിൽ എന്റേന്നല്ല, ഈ കോംപ്ലക്സിലെ എല്ലാ ലേഡീസ് സ്റ്റാഫുകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ബാത്റൂം വേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ഞങ്ങൾ ബാത്റൂമിൽ പോണത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ്. ഇവിടെ ഒരു 25 ഷോപ്പുകളോളം ഉണ്ട്. 30 സ്റ്റാഫുകൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പോണത് സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിമേനയും തീരെ കുറവുള്ള സ്ഥലമാണ്. കോട്ടൺ ഹൗസ് എന്ന കടയിലെ ജീവനക്കാരിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ബാത്റൂമില്ല. ഇവിടെ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇൻഫെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്കമാലി നഗരസഭയിൽ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സായ കല്ലൂക്കാരൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇത്. ഞാനൊരു 15 വർഷമായിട്ട് ഇവിടെ ജോലിക്ക് എൻ്റെ റൂമിൽ ഇവിടെ ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ടും ഞങ്ങൾക്കൊരു ബാത്റൂം തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു 6-7 തവണ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പോയി പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാനായിരുന്നു ഈ കോംപ്ലക്സിൻ്റെ സെക്രട്ടറി. അപ്പം കളക്ടർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ കളക്ടർ അവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്കും എനിക്കും ഓരോ നോട്ടീസ് തന്നു. ഈ ബാത്റൂം ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി എന്താണ് സംവിധാനം വേണ്ടതെങ്കിൽ അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എനിക്കും ഒരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. നാളെ ഇതുവരെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് പറഞ്ഞപ്പം അവർ ഞങ്ങളോട് പറഞ്ഞത് ബാത്റൂം ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കോംപ്ലക്സെ അടച്ചു പൂട്ടി പോകാൻ വേണ്ടിയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഈ ബാത്റൂം ഈ കോംപ്ലക്സ് അടച്ചു പൂട്ടി പോകാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇത് കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്ത് പോയി അരി വാങ്ങിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും.
അപ്പോൾ കോംപ്ലക്സ് അടച്ചു പൂട്ടാൻ വേണ്ടിയല്ലല്ലോ ഞങ്ങൾ ഇത്രയധികം പാട് കഴിച്ചത്. ഞങ്ങൾ ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ട് ഞങ്ങൾ 10-16 പേരുണ്ട്. ഇവരെല്ലാവരും കൂടി ഞങ്ങൾ പലതവണ പോയതാണ്. പിന്നെ ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവർക്ക് ജോലിക്ക് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും യൂറിൻ ഇൻഫെക്ഷൻ ആണ്. ഇതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇപ്പുറത്തെ റൂമിൽ ഒരു ചേച്ചി യൂറിൻ പാസ് ചെയ്യാൻ പോവാണ്ട് അവർക്ക് നീർക്കെട്ട് വന്നിട്ട് കാലിങ്ങനെ ഇത്രയും വണ്ണായിട്ട് ഇരിക്കുന്നതും പോവാനും ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്കാണ് യൂറിൻ പാസ് ചെയ്യാൻ പോണത്. യൂറിൻ പാസ് ചെയ്യാൻ പോയാൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും കുത്തുവാക്കുകളും അവരുടെ കമൻറ്റും ഇതെല്ലാം കേട്ട് സ്ത്രീകൾ പോവാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യാൻ പോവാതെ എല്ലാവർക്കും യൂറിൻ ഇൻഫെക്ഷനായി ഹോസ്പിറ്റലായി എല്ലാം അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കോംപ്ലക്സിൽ ഒരു ബാത്റൂം ഇല്ലാതെ. ഇതിന് ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ ഇത് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് തരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കല്ലുക്കാരൻ കോംപ്ലക്സിൽ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ. ഇവിടെ ഒരു 10-30ഓളം ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് പല കടകളിലായിട്ട്. പക്ഷെ ഇവർക്കൊന്നും ഒരു ബാത്റൂം സൗകര്യം ഈ കോംപ്ലക്സിനില്ല. ഞങ്ങൾ പല പ്രാവശ്യം നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടറേറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊന്നും നമ്മൾക്ക് വ്യക്തമായ രീതിയിൽ ഒരു ധാരണയിലോ ഒരു കാര്യങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള ലേഡീസ് എല്ലാവരും തൊട്ടടുത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ബാത്റൂം ഉണ്ട്, അവിടെ ചിലപ്പോൾ പോകും. അതല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ പോയി ഒളിച്ചും പാത്തും അവരുടെ ബാത്റൂമിൽ പോയി തിരിച്ചു വരും. അങ്ങനെ എല്ലാ കുട്ടികൾക്കും തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നവകേരള സദസ്സിൽ ഞങ്ങൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ആളുകൾ ഇവിടെ ഇരുന്ന കാലത്ത് നമ്പർ ഇട്ട് കൊടുത്ത് എല്ലാം റൂമുകളാക്കി മാറ്റിയിട്ടുള്ളതാണ്. ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഇത് കഴിച്ചുമ്പോൾ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ ഞങ്ങൾ ഓടും ബേക്കറിയിലേക്ക്. പിന്നെ പോകാനുള്ളത് നമ്മുടെ മുനിസിപ്പൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ്. അവിടെ വല്ല ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ പോയിട്ട് വരും. ഞങ്ങളിങ്ങനെ വല്ലയിടത്തും പുറത്തിറങ്ങാൻ നോക്കിയിരിക്കുക എവിടെ ബാത്റൂമുള്ള എവിടെ പോകാനായിട്ട്. കെട്ടിടത്തിന്റെ പ്ലാൻ അനുസരിച്ച് 3 നിലകളിലുമായി 22 ബാത്റൂമുകളുണ്ട്. എന്നാൽ കെട്ടിടം ഉടമ നഗരസഭയിൽ സ്വാധീനം ചെലുത്തി ഈ ബാത്റൂമുകൾക്ക് നമ്പർ സ്വന്തമാക്കിയ ശേഷം വിൽപ്പന നടത്തുകയായിരുന്നു എന്ന് കോംപ്ലക്സിലെ കച്ചവടക്കാർ പറയുന്നു. അങ്കമാലി ടൗണിലെ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സായ കല്ലുകാരൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു കച്ചവടക്കാരനാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 17 കൊല്ലമായിട്ടുണ്ട്. ഇവിടെ 10-30 കടകളും അതിനകത്ത് 10-50ഓളം ജീവനക്കാരും ആയിട്ട് എല്ലാ ആളുകളുണ്ട്. ഇതിനകത്ത് ഒരു ബാത്റൂം പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. ഞങ്ങൾ പല പ്രാവശ്യം അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം നവകേരള യാത്രയിൽ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നിനും ഒരു തീരുമാനം ഇന്നവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും മിക്കവർക്കും യൂറിൻ ഇൻഫെക്ഷനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ബാത്റൂം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങൾ അങ്കമാലി ഈ കോംപ്ലക്സിൽ കല്ലുകാരൻ കോംപ്ലക്സിൽ ഒരു ഇതിൻ്റെ പ്ലാൻ അനുസരിച്ച് 10-25ഓളം ബാത്റൂമുകളുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങൾ പ്ലാൻ പരിശോധിച്ചപ്പോൾ പക്ഷെ ഇന്ന് ഒരു ബാത്റൂം പോലും ഇല്ല. എല്ലാം അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ പഴയ ഉദ്യോഗസ്ഥർ അന്നത്തെ ആളുകൾ ഇവിടെ ഇരുന്ന കാലത്ത് നമ്പർ ഇട്ട് കൊടുത്ത് എല്ലാം റൂമുകളാക്കി മാറ്റിയിട്ടുള്ളതാണ്. ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പ്രാഥമിക ആവശ്യങ്ങൾക്കായി KSRTC സ്റ്റാൻഡിലെ പെയ്ഡ് ബാത്റൂമിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സ്ത്രീകൾ. പണം കൊടുത്തും ക്യൂ നിന്നും മറ്റുള്ളവരുടെ പരിഹാസവും കമന്റുകളും സഹിച്ചാണ് കാര്യം സാധിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇതു സംബന്ധിച്ച് നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും അടക്കം പലവട്ടം പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും നിവേദനം നൽകി. സ്ത്രീകൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കി പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.